വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിലെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 74 വിളിക്കുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1K റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. A 5 volt 1 kilohertz sinusoidal signal is applied to the input of an op-amp integrator for which resistance R equal to 1 kilo ohm and capacitance C equal to 1 microfarad. Find out the output വോൾട്ടേജ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഓപ്പാമ്പ് ഇൻ്റഗ്രേറ്ററിൻ്റെ എന്താ പറയുക ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനുള്ള ഫോർമുല V0 ഓഫ് T ഈസ് ഈക്വൽ ടു -1/CR integral TI to TF. ദെൻ ഇവിടെ എന്താണ് വരിക? വി എം സൈൻ ഒമേഗ ടി ഡി ടി എന്നുള്ളതാണെന്ത് ഒരു ഓപ്പാമ്പ് ഇൻ്റഗ്രേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അതിൽ 1/CRനെ പറയുന്ന പേരാണെന്ത് സ്കെയിൽ ഫാക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്കെയിൽ ഫാക്ടർ ഈക്വൽ ടു -1/CR ആണെന്നുള്ളതും മനസ്സിലാക്കാം. ഇനി ഇതിൽ VM എന്ന് പറയുന്നതാണ് പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പോൾ അതിൽ എഫിൻ്റെ വാല്യൂ 1 kHz ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു T ടൈം ഇൻ്റർവെല്ലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന V0യുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൽ TI എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് TI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ടൈം ഇൻ്റർവെല്ലിൽ അത് ടൈം ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജാണ്, വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. TF എന്ന് പറയുന്നത് T ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ടൈം ഇൻ്റർവെല്ല്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഇഫ് T ഈക്വൽ ടു 0 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ T ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ ഈ ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ എന്തായാലും മാറും sin 0. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇൻപുട്ട് വോൾട്ടേജ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്കപ്പോൾ ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് T0 ആയിട്ടും TF എന്ന് പറയുന്നത് എന്താണ് ഏതോ ഒരു സമയം സ്മോൾ t ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരും? V0 ഓഫ് T ഈസ് ഈക്വൽ ടു -1/C എന്ന് പറയുമ്പോൾ 1 മൈക്രോഫാരഡ് ആണ്, അതായത് 10⁻⁻6. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ ഓം ആണ്. അപ്പോൾ എത്രയായിട്ട് മാറും? 10⁻3. ദെൻ ഇൻ്റഗ്രൽ 0 to T. V എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് സൈൻ. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പോൾ 2π ഇൻറ്റു എഫിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? 10⁻3. ദെൻ ഇവിടെ T, ദെൻ ഇവിടെ DT. സംശയമില്ലല്ലോ, ഒമേഗ എന്ന് പറയുകയാണെങ്കിൽ 2πf ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? V0 ഓഫ് T ഇത് 10⁻6ഉം 10⁻3 ആണ്. അപ്പോൾ 10 താഴെ എത്ര വരും? 10⁻3 ആയിട്ട് മാറും. ദെൻ ഇൻ്റഗ്രൽ 0 to T 5 സൈൻ 10⁻3 എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 2 2000. അപ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ 2000πt dt എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുക. 10⁻3നെ ന്യൂമറേറ്ററിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേഷൻ നടത്തുക. അപ്പോൾ V ഓഫ് T ഈസ് ഈക്വൽ ടു എത്രയായിട്ട് മാറാണ് ചെയ്യുന്നത്? 10⁻3 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നു? എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുകയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ എന്ത് വരും? മാറും 5 cos 2000πt ഡിവൈഡഡ് ബൈ എന്ത് വരും? 2000 പൈ. ദെൻ വിത്തിൻ ദ ലിമിറ്റ് 0 to T ആയിട്ട് മാറും. എനിക്ക് പ്രതീകം കൊണ്ടുവരിക. അപ്പോൾ എന്തായിട്ട് മാറുന്നു? V0 ഓഫ് T ഈക്വൽ ടു -10⁻3. ദെൻ ഇവിടെ 5 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? 2000π
ദെൻ ബ്രാക്കറ്റിൽ കോസ് 2000 പൈ ടി മൈനസ് കോസ് 2000 പൈ ഇൻറ്റു എന്ത് വരുന്നു 0 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? v0 ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ 5/20 4 വട്ടം വെട്ടി പോകും അല്ലേ, 5/20 4 വട്ടം വെട്ടി പോകുന്നു, എല്ലാം താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ 400 ഇൻറ്റു 10⁻³ താഴേക്ക് വരുമ്പോൾ എത്രയായിട്ട് മാറും? 10⁻³ ആയിട്ട് മാറും. ഇവിടെ കോസ് 2000 പൈ ടി മൈനസ് കോസ് 0 എന്ന്, ഇത് 0. ഇപ്പോൾ 2000 പൈ എന്ന് പറയുമ്പോൾ അത് 0 വരും. കോസ് 0 എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അവിടെ ഒരു പൈയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ v0 ഓഫ് ടി പിന്നെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. 0 ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസൊക്കെ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 1/400 പൈ ഇൻറ്റു 10⁻³ കോസ് എന്തായിട്ട് മാറും? 2000 പൈ ടി മൈനസ് 1 എന്നുള്ളതാണ് ഇവിടുത്തെ റിസൾട്ടായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുക? എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഓക്കെ, നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.